ഹായ്, എല്ലാവർക്കും ജെഎൽഎന്നിന്റെ ടീച്ചിങ് എക്സാം ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ വരാൻ പോകുന്ന അധ്യാപന യോഗ്യതാ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ധാരാളം ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ചുറ്റിലുണ്ട്. അപ്പോൾ പലരും പല സ്റ്റേജിലായിരിക്കും എത്തിയിട്ടുണ്ടായിരിക്കുക അല്ലേ? അതായത് ചിലർ പഠിച്ചു തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ, ചിലർ പഠിച്ച് കുറച്ച് സിലബസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്, ആ പരീക്ഷയുടെ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്താണ് സിലബസ് എന്ന് അറിഞ്ഞു വേണം പഠിച്ചു തുടങ്ങാൻ. പിന്നെ എന്താണ്, ആ സിലബസിൽ നിന്ന് വരുന്ന ഏതെല്ലാം ഏരിയയിൽ നിന്നാണ് കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അത് മനസ്സിലാക്കുന്നത്, അതായത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് ഏതെല്ലാം മേഖലയിൽ നിന്നും ഏതെല്ലാം രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത് എന്ന് മനസ്സിലാക്കി ഒരു എക്സാമിന് പോകുന്നത് എപ്പോഴും ഒരു പ്ലസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, നമുക്ക് വരാൻ പോകുന്ന കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ട് കേട്ടറ്റ് കാറ്റഗറി 3ക്ക് വേണ്ടിയിട്ടുള്ള ഫിസിക്കൽ സയൻസിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പരിചയപ്പെടുന്നത്. അപ്പം മിസ് ഓൾറെഡി പറഞ്ഞു, പ്രീവിയസ് ചോദ്യങ്ങൾ പരിചയപ്പെടുന്നത് എപ്പോഴും ഒരു പ്ലസ് ആണ്. കാരണം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും ഏതെല്ലാം ടോപ്പിക്കിൽ നിന്ന് ഏതെല്ലാം രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നു എന്ന് പരിചയപ്പെടാൻ ഏറ്റവും നല്ല മാർഗം നമ്മുടെ പ്രീവിയസ് ചോദ്യങ്ങൾ പരിചയപ്പെടുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വരാൻ പോകുന്ന കേട്ടറ്റ് 3 എക്സാമിന് വേണ്ടിയിട്ടുള്ള ഫിസിക്കൽ സയൻസ്, അതിൽ തന്നെ കെമിസ്ട്രിയിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. സോ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്നാണ്. നമുക്കറിയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സൊല്യൂഷൻ. പലതവണ എക്സാമിന് ഈ ഒരു ഭാഗത്തു നിന്നും പല രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ, എന്താണ്? എ സൊല്യൂഷൻ വിച്ച് കണ്ടെയ്ൻസ് മോർ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാൻ ദാറ്റ് ഈസ് റിക്വയർഡ് ടു സാച്ചുറേറ്റ് ഇറ്റ് ഈസ് നോൺ ആസ് ഡാഷ്. അപ്പോൾ എന്താണ് ചോദ്യം? അതായത് ഒരു സൊല്യൂഷൻ, അതിൽ ആ സൊല്യൂഷനെ സാച്ചുറേറ്റ് ആക്കാൻ വേണ്ടതിലും അധികമായിട്ട് സൊല്യൂട്ട് അടങ്ങിയിരിക്കുന്ന സൊല്യൂഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻസ് ഏതൊക്കെയാണ്? സൊല്യൂഷൻ ഉണ്ട്, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ട്, സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ട്, ദെൻ നൺ ഓഫ് ദീസ്. ഓക്കെ, അപ്പൊ ഏതാണ് ആൻസർ? നമുക്കറിയാം, സൊല്യൂഷന്റെ കേസിൽ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൊല്യൂഷൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഒരു സൊല്യൂട്ടും അതേപോലെ തന്നെ ഒരു സോൾവെന്റും ഉണ്ടായിരിക്കണം അല്ലെ? ഒന്നോ അതിലധികമോ സൊല്യൂട്ടുകൾ ഉണ്ടായിരിക്കാം. ഇവ ഒരു സോൾവെന്റിൽ ലയിച്ചു ചേർന്ന് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ സൊല്യൂഷൻ അഥവാ ലായനി എന്ന് പറയുന്നത് അല്ലെ? അപ്പോൾ ഇതില് ഈ സൊല്യൂഷനെ സാച്ചുറേറ്റഡ് ആകുന്നതിന് ആവശ്യമായിട്ടുള്ള മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഉണ്ടായിരിക്കും. അത് ലയിച്ച് എന്താണ്, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആവുന്നതിന്, അല്ലെങ്കിൽ അതിൽ മാക്സിമം ലയിക്കുന്ന ഒരു എമൗണ്ട് ഓഫ് സൊല്യൂട്ട് എല്ലാ ലായനികൾക്കും ഉണ്ടായിരിക്കും. അതിലധികം സൊല്യൂട്ട് ലയിച്ചു ചേർന്നാൽ അത്തരം ലായനികൾ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻസർ ഏതാ വരുന്നത് ഇവിടെ? ഏതാണ്? ഓപ്ഷൻ സി ആണ്. സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആയിരിക്കും അല്ലെ? മാക്സിമം സൊല്യൂട്ട് ലയിച്ചു ചേർന്നാൽ അതറിയപ്പെടുന്നത് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്നായിരിക്കും. എന്നാൽ അതിൽ പരമാവധി ലയിക്കുന്ന സൊല്യൂട്ടിനേക്കാളും അധികം സൊല്യൂട്ട് അതിൽ ലയിപ്പിച്ചു ചേർന്നാൽ അത്തരം ലായനിയാണ് എന്താണെന്നറിയപ്പെടുന്നത്? സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്നറിയപ്പെടുന്നത്. എങ്ങനെയാണ് ഇതെങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? നമുക്കറിയാം, നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു മേഖലയിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പഠിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ സൊല്യൂട്ട്, സോൾവെന്റ്, സൊല്യൂഷൻ. എന്താണ് ഒരു സൊല്യൂഷൻ എന്നുള്ളതിന്റെ ഡെഫിനിഷൻ, അതേപോലെ തന്നെ സൊല്യൂട്ട് എന്താണ്, സോൾവെന്റ് എന്താണ്, എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതേപോലെ രണ്ടാമത്തത് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ്. ഈ സൊല്യൂഷൻസ് തന്നെ പല തരത്തിലുണ്ട്. അതായത് ഈ സോൾവെന്റിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് മാറുന്നതിനനുസരിച്ച് പല സ്റ്റേറ്റിലുള്ള സൊല്യൂഷൻസ് ഉണ്ട്. അതായത് സോൾട്ട് സൊല്യൂഷൻസ് ഉണ്ട്, ലിക്വിഡ് സൊല്യൂഷൻസ് ഉണ്ട്, ഗേഷ്യസ് സൊല്യൂഷൻസ് ഒക്കെ, അങ്ങനെയുള്ള വിവിധ തരങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വിവിധ ടൈപ്പുകൾ മനസ്സിലാക്കിയിരിക്കുക. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തന്നിരിക്കുന്നതിൽ സോളിഡ് സൊല്യൂഷൻ ഏതാണ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി അത് കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ വരുന്നത് നമ്മുടെ കോൺസെൻട്രേഷൻ. എന്താണ് കോൺസെൻട്രേഷൻ എന്നുള്ളതും, അതേപോലെ അത് എക്സ്പ്രസ് ചെയ്യുന്ന വിവിധ രീതികളുണ്ട്. മൊളാരിറ്റി, മാസ് പെർസെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വിവിധ രീതികളുണ്ട്.
അപ്പം അതിൻ്റെ രീതികൾ, അതിൻ്റെ ഡെഫിനീഷൻസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കോൺസെൻട്രേഷൻ എന്ന ഭാഗത്തു നിന്നും പഠിച്ചിരിക്കണം. അതേപോലെ നോക്കിക്കേ, സോല്യൂബിലിറ്റി, അതായത് ഒരു സൊല്യൂട്ട് സോൾവെന്റിൽ ലയിച്ചു ചേരുന്ന ആ ഒരു പ്രക്രിയ അല്ലെങ്കിൽ അതിൻ്റെ അളവ്, അതിനെയാണ് നമ്മൾ സൊല്യൂബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് നമ്മളിപ്പോൾ കണ്ട സാച്ചുറേറ്റഡ്, അൺസാച്ചുറേറ്റഡ്, സൂപ്പർ സാച്ചുറേറ്റഡ് എന്നീ അവസ്ഥകളിലുള്ള സൊല്യൂഷൻസ്. ഓക്കെ, അപ്പോൾ അത് എവിടെ നിന്നാണ് വരുന്നത്? സോല്യൂബിലിറ്റി എന്നുള്ള പാർട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ കാര്യങ്ങൾ, എന്താണ് അൺസാച്ചുറേറ്റഡ്, എന്താണ് സാച്ചുറേറ്റഡ്, എന്താണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. അതേപോലെ തന്നെ സോല്യൂബിലിറ്റിയെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് എന്താണ്? അപ്പോൾ നമ്മൾ പറഞ്ഞു അൺസാച്ചുറേറ്റഡും സാച്ചുറേറ്റഡും സൂപ്പർ സാച്ചുറേറ്റഡും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു സൊല്യൂഷൻ സാച്ചുറേറ്റഡിൽ നിന്നും സൂപ്പർ സാച്ചുറേറ്റഡ് ആക്കുന്നത്? അതിൻ്റെ സോല്യൂബിലിറ്റിയെ വീണ്ടും വർദ്ധിപ്പിക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ ഹീറ്റ് ചെയ്തുകൊണ്ട് അതിനെ കൂടുതൽ സൊല്യൂട്ടിനെ ഈ സോൾവെന്റിൽ ലയിപ്പിച്ച് അങ്ങനെയാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? സോല്യൂബിലിറ്റിയെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളുണ്ട്, അതായത് പ്രഷർ, ടെമ്പറേച്ചർ പോലെയുള്ള ചില ഘടകങ്ങളുണ്ട്. അപ്പം അതിൽ വ്യത്യാസം വരുത്തിക്കൊണ്ടാണ് നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷനെ സൂപ്പർ സാച്ചുറേറ്റഡ് ആക്കി മാറ്റുന്നത്. മനസ്സിലായോ? അതായത് ഒരു സോൾട്ട് ആണെന്ന് വിചാരിക്കുക, നമ്മളൊരു സോൾവെന്റിൽ ലയിപ്പിക്കുന്നത്. അപ്പോൾ ആ കേസിൽ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ചില സോൾട്ടുകൾ കൂടുതലായിട്ട് ലയിക്കും. ഓക്കെ, അതേപോലെ ഗ്യാസ് ഇൻ ലിക്വിഡ് അങ്ങനെയുള്ള സൊല്യൂഷൻ്റെ കേസിൽ മറ്റ് രീതിയിലായിരിക്കും ഈ പറയുന്ന ടെമ്പറേച്ചറും പ്രഷറൊക്കെ അഫക്റ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ സോല്യൂബിലിറ്റിയെയും അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെയും എന്താണ്, അതെങ്ങനെയാണ് ഓരോ സൊല്യൂഷൻസിനെയും സ്വാധീനിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അതേപോലെ തന്നെ സോല്യൂബിലിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ലോ ആണ് ഹെൻറീസ് ലോ. ഓക്കെ, സൊല്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ലോ ആണ്. അത് പ്രത്യേകം ഗ്യാസ് ഇൻ ലിക്വിഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ മാത്രമായിരിക്കും ഹെൻറീസ് ലോ ആപ്ലിക്കബിൾ ആവുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എന്തുണ്ട്? വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് പഠിക്കാനുണ്ട്. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലോ ആണ് റൗൾട്ട്സ് ലോ. ഓക്കെ, അപ്പോൾ സൊല്യൂഷൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള രണ്ട് ലോ എന്ന് പറയുന്നത് ഒന്ന് ഹെൻറീസ് ലോയും ഒന്ന് റൗൾട്ട്സ് ലോയുമാണ്. ഇനി ചില പ്രത്യേക കണ്ടീഷൻസിൽ ഈ രണ്ട് ലോയും സത്യത്തിൽ ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഒന്നിൻ്റെ ഒരു പ്രത്യേക ഒരു രൂപം മാത്രമാണ് അടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമ്മളവിടെ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഐഡിയൽ സൊല്യൂഷൻസ് അല്ലെങ്കിൽ ആദർശ ലായനി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. അതേപോലെ തന്നെ റിയൽ സൊല്യൂഷൻസ് ഉണ്ട്, അതായത് ഐഡിയൽ അല്ലാത്ത, ആദർശ ലായനി അല്ലാത്ത ലായനികൾ. അപ്പം എന്താണ് ഇതിൻ്റെ ഡെഫിനീഷൻ, എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്നുള്ള കാര്യങ്ങളൊക്കെ സൊല്യൂഷൻസിൽ നിന്നും കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, റൗൾട്ട്സ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസിനെയാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഓസ്മോസിസ് പഠിക്കാനുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഐസോടോണിക് സൊല്യൂഷൻസും ഹൈപ്പർ ടോണിക്കും അതേപോലെ ഹൈപ്പോടോണിക് സൊല്യൂഷൻസ് എല്ലാം സൊല്യൂഷൻസിലെ തന്നെ ഓസ്മോസിസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സബ് ടോപ്പിക്കുകളാണ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് മിക്സ്ചറുമായിട്ട്, മിക്സ്ചേഴ്സ് ആൻഡ് സൊല്യൂഷൻ എന്ന് പറയുന്ന കോമൺ ആയിട്ട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അതിൽ മിക്സ്ചറും സൊല്യൂഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമുക്ക് ഒരു 3 ക്ലാസിഫിക്കേഷൻ പഠിക്കാനുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? ഒന്ന് സൊല്യൂഷൻ, ദെൻ കൊളോയിഡ്, അതേപോലെ തന്നെ സസ്പെൻഷൻ. ഓക്കെ, സൊല്യൂഷൻ എന്താണ്, കൊളോയിഡ് എന്താണ്, സസ്പെൻഷൻ എന്താണ് എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ രീതികളും വിത്ത് എക്സാമ്പിളും പഠിക്കണം. കാരണം ഈ ഒരു ടോപ്പിക്കിൽ നിന്നും പലതവണ പ്രീവിയസ് ഇയേഴ്സിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒറ്റ ഒരു ടോപ്പിക്കിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല പ്രാവശ്യം പല രീതിയിൽ ഇതിൽ തന്നെ ഒരുപാട് റീജിയൻസിൽ നിന്നും നമുക്ക് പ്രീവിയസ് ഇയേഴ്സിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന നമ്മുടെ K3 എക്സാമിന് ചോദിച്ച ചോദ്യം ഇതാണ്: ആവശ്യത്തിലധികം അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ആവാൻ ആവശ്യമുള്ളതിലധികം സൊല്യൂട്ട് ലയിച്ചു ചേർന്നാൽ അത്തരം ലായനിയാണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ.
ക്ലിയർ ആണല്ലോ? സൊല്യൂഷൻസിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടി, എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. അതേപോലെ റീസെന്റ് ആയിട്ട് ഈ ഒരു ഭാഗത്ത് നിന്നും വന്നിട്ടുള്ള ചോദ്യം എന്താണ് എന്നുള്ളൊരു പരിചയം ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയല്ലോ. അപ്പൊ ഈ രീതിയിൽ നമ്മൾ പഠിക്കുക. ഓരോ ടോപ്പിക്കും എന്തൊക്കെയാണ് അതിൽ പഠിക്കേണ്ടത് എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് സിലബസ് അനലൈസ് ചെയ്യാം. ഓരോ ടോപ്പിക്കുകളും മനസ്സിലാക്കുക, അതിന്റെ അണ്ടറിൽ എന്തെല്ലാം വരും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. സ്ട്രക്ചേർഡ് ആയിട്ട് പഠിച്ചു പോവുക. അതോടൊപ്പം ഇത്തരത്തിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ പഠനം മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതും പ്രീവിയസ് ഇയർ ചോദ്യമാണ്. കേട്ടറ്റ് കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിന് ചോദിച്ച മറ്റൊരു ചോദ്യം ഇതാണ്. കാൽക്കുലേറ്റ് ദ മോളിക്യൂൾസ് പ്രസന്റ് ഇൻ 90 gram ഓഫ് H2O. ഓക്കെ, 90 gram H2O. H2O എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വാട്ടർ. അതിനകത്തുള്ള മോളിക്യൂൾസിന്റെ എണ്ണം കണ്ടെത്താനാണ് ചോദ്യം. അപ്പൊ ഇത് എവിടെ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ്? നമ്മുടെ മോൾ കോൺസെപ്റ്റിൽ നിന്നും വന്നിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പൊ ഈ മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നതും എന്താണ്? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മോൾ കോൺസെപ്റ്റും നമ്മൾ നേരത്തെ സൊല്യൂഷൻ കണ്ട പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. മിക്കവാറും എക്സാമുകൾക്ക് ഈ ഭാഗത്ത് നിന്നും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അത്രയേറെ തവണ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് മോൾ കോൺസെപ്റ്റ്. ഓക്കെ, അപ്പം മോൾ കോൺസെപ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് മോൾ കോൺസെപ്റ്റിൽ പഠിക്കാനുള്ളത്? നമ്മുടെ ആറ്റത്തിന്റെ കേസിലും അതേപോലെ മോളിക്യൂൾസുമായിട്ടും അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് മോൾ കോൺസെപ്റ്റ്, അല്ലെ? ആറ്റത്തിന്റെ കേസിലും നമുക്ക് പറയാം, മോളിക്യൂളിന്റെ കേസിലും പറയാൻ സാധിക്കും. അപ്പൊ എന്തൊക്കെ പഠിക്കാനുണ്ട്? റിലേറ്റീവ് അറ്റോമിക് മാസ്, അല്ലെ? റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്ന ആ ഒരു കാര്യം പഠിച്ചുകൊണ്ടാണ് നമ്മൾ ഈ മോൾ കോൺസെപ്റ്റിന് തുടക്കമിടുന്നത്. ഓക്കെ, മോൾ കോൺസെപ്റ്റിന്റെ തുടക്കം എന്ന് പറയുന്നത് റിലേറ്റീവ് അറ്റോമിക് മാസ് എന്താണ് എന്ന് പഠിച്ചുകൊണ്ടാണ്. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ എന്ത് പഠിക്കും? ഇതിൽ അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്ന ഒരു പ്രത്യേക നമ്പർ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. ഓക്കെ, അവഗാഡ്രോ നമ്പർ, അതായത് ഒരു മോൾ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന പാർട്ടിക്കിൾസിന്റെ എണ്ണത്തിനെയാണ് അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്. എത്രയാണ് ആ ഒരു നമ്പർ? നമുക്കറിയാം. എത്രയാണിത്? 6.022 into 10⁻23. ഇതാണ് നമ്മുടെ അവഗാഡ്രോ നമ്പർ അല്ലെങ്കിൽ അവഗാഡ്രോ സംഖ്യ. മോൾ കോൺസെപ്റ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നമ്പറാണ് ഈ പറയുന്ന അവഗാഡ്രോ നമ്പർ. ഓക്കെ, പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് GAM എന്താണ്, അതേപോലെ തന്നെ GMM എന്താണ്. എന്താണ് GAM? അതായത് ഗ്രാം അറ്റോമിക് മാസ്. ഇനി GMM എന്താണ്? ഗ്രാം മോളിക്കുലാർ മാസ്. അപ്പോൾ ഇത് രണ്ടും എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്, ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള കാൽക്കുലേഷൻസ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് വരാറുമുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മോളാർ വോളിയം. മോളാർ വോളിയം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് എന്താണ്? ഒരു മോൾ പദാർത്ഥത്തിന്റെ വോളിയത്തിനെയാണ് നമ്മൾ മോളാർ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ മോൾ കോൺസെപ്റ്റിൽ നിന്നും പഠിച്ചു വെക്കേണ്ട ഏരിയകൾ. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ നിന്നെല്ലാം എന്ത് വരാറുണ്ട്? ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മേഖലയിൽ നിന്നും ചോദിക്കുന്ന ആ ഒരു ചോദ്യത്തിന്റെ മാർക്ക് നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, അതേപോലെ നമ്മുടെ മോൾ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു എത്ര മോളാണ് അല്ലെങ്കിൽ എത്ര മോൾ പദാർത്ഥമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം അല്ലെങ്കിൽ പല രീതിയിൽ കണ്ടുപിടിക്കാം. ഏതെല്ലാം രീതിയിൽ? അതായത് നമ്പർ വെച്ച് നമുക്ക് ഡിഫൈൻ ചെയ്യാം, അല്ലെ? മോൾ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ നമ്പർ വെച്ച് ഡിഫൈൻ ചെയ്യാം. അതേപോലെ അതിനെ മാസ് കൊണ്ട് ഡിഫൈൻ ചെയ്യാം. അതേപോലെ വോളിയം നമ്മൾ നേരത്തെ കണ്ടില്ലേ, മോളാർ വോളിയം എന്ന് കണ്ടു. അപ്പോൾ വോളിയം അറ്റ് STP കണ്ടീഷൻ വെച്ചിട്ടും നമുക്ക് മോളിനെ ഡിഫൈൻ ചെയ്യാം. അപ്പം നമ്പർ കൊണ്ട് ഡിഫൈൻ ചെയ്യുമ്പോൾ അവിടെയാണ് നമ്മുടെ അവഗാഡ്രോ നമ്പറിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അവഗാഡ്രോ നമ്പർ മിസ് ഓൾറെഡി പറഞ്ഞു, 6.022 into 10⁻23 ആണ് അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്. അതായത് ഒരു പദാർത്ഥം അത് 1 മോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഇത്ര എണ്ണം എന്തുണ്ടായിരിക്കും?
പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. അത് ആറ്റം ആണോ മോളിക്യൂൾ ആണോ എന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി മാസ് വെച്ചിട്ട് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ GAM ഉം GMM ഉം വരുന്നത്. GAM എവിടെയാ വരുന്നത്? ആറ്റം വൈസ് പറയുമ്പോഴാണ് GAM, ഗ്രാം അറ്റോമിക് മാസ്. ഇനി GMM എന്ന് പറഞ്ഞാൽ മോളിക്യൂളിന്റെ വൈസിൽ പറയുമ്പോഴാണ് GMM വരുന്നത്. ഓക്കെ, അതായത് നമ്മളൊരു ആറ്റം വൈസ് പറയുമ്പോൾ ഒരു എലമെന്റ് അതിന്റെ അറ്റോമിക് മാസ് എത്രയാണോ അതിനെ ഗ്രാം അളവിൽ പറയുന്നത് ഗ്രാം അറ്റോമിക് മാസ് ആണ്. എന്നാൽ മോളിക്യൂൾസ് എടുത്തിട്ട് അതിന്റെ മോളിക്യുലാർ മാസ് എത്രയാണോ അതിന്റെ ഗ്രാം അളവിൽ എടുക്കുന്നതിനെയാണ് GMM എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ മോൾ കോൺസെപ്റ്റിൽ കൃത്യമായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അതേപോലെ തന്നെ വോളിയം അറ്റ് STP, അതായത് നമ്മുടെ ഏതൊരു ഗ്യാസും ആയിക്കൊള്ളട്ടെ അത് 1 മോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇത്ര എണ്ണം പാർട്ടിക്കിളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ വോളിയം എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. അതായത് ഇപ്പം ഏത് ഗ്യാസും ആകാം, നൈട്രജൻ ആകാം, ഓക്സിജൻ ആകാം, ഹൈഡ്രജൻ ആകാം, ഏത് ഗ്യാസും ആയിക്കൊള്ളട്ടെ 1 മോൾ പദാർത്ഥം ഉണ്ടെങ്കിൽ അതിന്റെ വോളിയം STP കണ്ടീഷനിൽ അതിന്റെ വോളിയം എത്രയായിരിക്കും? ഫിക്സഡ് ആയിട്ടുള്ള വോളിയം ആയിരിക്കും. അതിനെയാണ് മോളാർ വോളിയം എന്ന് പറയുന്നത്. എത്രയായിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും അതിന്റെ വോളിയം. ഓക്കെ, അപ്പം നമ്പർ വെച്ചിട്ടും മാസ് വെച്ചിട്ടും വോളിയം വെച്ചിട്ടും ഒക്കെ ഈ മോളുമായിട്ടുള്ള കണക്ഷൻ എന്താണ്, ഇത് തമ്മിൽ എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടും നമ്മൾ മോൾ കോൺസെപ്റ്റിൽ പഠിച്ചിരിക്കേണ്ടതാണ്. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങളാണ് മോൾ കോൺസെപ്റ്റിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ക്ലിയർ? അപ്പൊ നോക്കിക്കേ, ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ എങ്ങനെയാ വരിക? 90 ഗ്രാം H2O എത്ര മോളിക്യൂൾ ഉണ്ട്? ഇതെങ്ങനെയാ കണ്ടുപിടിക്കുക? ആദ്യം നമ്മളിവിടെ നമ്പർ ഓഫ് മോൾസ് കണ്ടെത്തണം. മനസ്സിലായോ? നമ്പർ ഓഫ് മോൾസ്. ഇവിടുത്തെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇത് കണ്ടെത്തുക? ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ഗിവൺ മാസ് ഉണ്ട് അല്ലെ, 90 ഗ്രാം H2O എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഗിവൺ മാസ് ബൈ മോളാർ മാസ്, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമ്പർ ഓഫ് മോൾസ് കണ്ടെത്താൻ നമുക്ക് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. ഗിവൺ മാസ്, അതായത് നമുക്ക് തന്നിട്ടുള്ള മാസ് ഡിവൈഡഡ് ബൈ ആ പദാർത്ഥത്തിന്റെ മോളാർ മാസ് എത്രയാണോ. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന മാസ് എന്ന് പറയുന്നത് 90 ഗ്രാം ആണ് അല്ലെ, 90 ഗ്രാം ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഓരോ പദാർത്ഥത്തിനും ഓരോ പ്രത്യേകം മോളാർ മാസ് ഉണ്ടായിരിക്കും, അത് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ വാട്ടറിന്റെ കേസിൽ മോളാർ മാസ് എന്ന് പറയുന്നത്, വാട്ടറിന്റെ മോളാർ മാസ് എത്രയാണ്? നമുക്കറിയാം എത്രയാണ്? 18 ആണ് അല്ലെ, 18 ആണ് വാട്ടറിന്റെ. ഓക്കെ, വാട്ടറിന്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 18 ഗ്രാം ആണ്. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഗിവൺ മാസ് എന്ന് പറഞ്ഞാൽ 90 ഗ്രാം, ഇതാണ് ഗിവൺ മാസ്. ഓക്കെ, സോ ഗിവൺ മാസ് 90 ഗ്രാം ആണ്. അതേപോലെ മോളാർ മാസ് എന്ന് പറയുന്നത് 18 ആണ്. സോ ഇതിനെ തമ്മിൽ ഡിവൈഡ് ചെയ്യാം, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. അപ്പൊ നമുക്കൊരു സംഖ്യ കിട്ടും, അത് എത്രയാണ്? 5 ആണ്. ഓക്കെ, 18 എന്ന് പറയുന്നത് 90ൽ 5 ടൈംസ് ഡിവൈഡ് ആവും. ഓക്കെ, അപ്പോൾ 5 കിട്ടും. പക്ഷെ 5 അല്ല ഇവിടെ ആൻസർ. ഇവിടെ ശ്രദ്ധിക്കുക, ഇതെന്ന് പറയുന്നത് ഫൈനൽ ആൻസർ അല്ല. 5 എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോൾസ് ആണ്. 5 മോൾ ഉണ്ട്. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നമ്പർ ഓഫ് മോൾ അല്ല ചോദ്യം. നമ്പർ ഓഫ് മോൾ ആണെങ്കിൽ ആൻസർ 5 ആണ്. ഇവിടെ നമ്പർ ഓഫ് മോളിക്യൂൾ ആണ് ചോദ്യം. അപ്പൊ എന്ത് ചെയ്യണം? ഈ പറയുന്ന 5 ഇൻറ്റു എണ്ണത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മുടെ അവഗാഡ്രോ നമ്പർ വെച്ച് അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. മനസ്സിലായോ? അവഗാഡ്രോ നമ്പർ, അതായത് NA എന്ന് നമ്മൾ ചുരുക്കി എഴുതാറുണ്ട്. അത് എത്രയാണ്? 6.022 ഇൻറ്റു 10⁻23. അപ്പൊ ഈ 5 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 എന്ന് പറയുന്നതായിരിക്കും ഇവിടെ ആൻസർ. ക്ലിയർ ആണോ? മോൾ കോൺസെപ്റ്റിൽ വരുന്ന ഇത്രയധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കുക. അതുപോലെ ഇതിനെ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കൃത്യമായി മനസ്സിലാക്കാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ ചോദ്യം എന്താ? മാസ് ആണ് തന്നിരിക്കുന്നത്. മാസിനെ നമ്മൾ ഇവിടെ എന്തിലേക്ക് ആക്കി? എണ്ണത്തിലേക്ക് ആക്കി മാറ്റി. മനസ്സിലായോ? മിസ് ഇവിടെ പറഞ്ഞു, മോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന്റെ തന്നെ നമുക്ക് വോളിയം ആയിട്ട് പറയാം, മാസ് ആയിട്ട് പറയാം, നമ്പർ ആയിട്ട് പറയാം. ഇതിനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് മിക്കവാറും ചോദിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളിവിടെ തന്നിട്ടുള്ള മാസിനെ നമ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, 90 ഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞാൽ 5 മോൾ ആണ് എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു അവഗാഡ്രോ നമ്പർ
പാർട്ടിക്കിൾസ്. മനസ്സിലായോ? ഇത്രയും H2O മോളിക്യൂളുകൾ ഇവിടെ ഉണ്ട്. മനസ്സിലായോ? 90 gram എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 × അവഗാഡ്രോ നമ്പർ H2O മോളിക്യൂൾ ആണ്. ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് മോൾ കോൺസെപ്റ്റ്. ഈ രീതിയിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണ്ടേ, കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് ഫസ്റ്റ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചു. അതിന് നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ ഗിവൺ മാസ് ബൈ മോളാർ മാസ്. അപ്പൊ നമുക്ക് 5 കിട്ടി. ഇത് നമ്പർ ഓഫ് മോൾസ് ആണ്. ഇതിനെ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് അതിനെ അവഗാഡ്രോ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 5 × അവഗാഡ്രോ നമ്പർ മോളിക്യൂളുകളാണ് 90 gram വാട്ടറിൽ ഉണ്ടായിരിക്കുക, അടങ്ങിയിരിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് നമ്മുടെ മോൾ കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മോൾ കോൺസെപ്റ്റ് എന്താണ്, എന്തെല്ലാം കാര്യങ്ങൾ അതിൽ പഠിക്കണം, ഏത് രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഗ്യാസ് ലോസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. എഗെയിൻ മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഗ്യാസ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സൊല്യൂഷൻ നമ്മൾ കണ്ടു, അതേപോലെ മോൾ കോൺസെപ്റ്റ് കണ്ടു. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം വരുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ഗ്യാസ് ലോസ്. ഓക്കെ, ഗ്യാസ് ലോസ്. ചോദ്യം എന്താണ്? വിച്ച് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് the volume of an ideal gas at constant pressure is directly proportional to its absolute temperature. ഓക്കെ, അപ്പം എന്താണ്, ഒരു ഗ്യാസിന്റെ വോളിയത്തിനെയും ടെമ്പറേച്ചറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വാതക നിയമം, ഗ്യാസ് ലോ ഏത് എന്നാണ് ചോദ്യം. ഓക്കെ, അതായത് VT റിലേഷൻഷിപ്പ് ആണ് ചോദ്യം. VT റിലേഷൻഷിപ്പ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം വിയും ടിയും തമ്മിലുള്ള റിലേഷനെ കുറിക്കുന്ന ഗ്യാസ് ലോ ഏതാണ്? നമ്മുടെ ചാൾസ് ലോ ആണ്, അല്ലെ? ചാൾസ് ലോ ആണ് വോളിയം ടെമ്പറേച്ചർ റിലേഷൻഷിപ്പിനെ സ്റ്റേറ്റ് ചെയ്യുന്ന നമ്മുടെ ഗ്യാസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ഗ്യാസ് ലോസിനെ കുറിച്ച്, ഗ്യാസ് ലോ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിന്റെ അണ്ടറിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്? നമുക്ക് വിവിധ തരം അല്ലെങ്കിൽ വിവിധങ്ങളായിട്ടുള്ള ഗ്യാസ് ലോസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഗ്യാസ് ലോസ് എന്ന് പറയുന്നത് ഏതാ? നമ്മുടെ ബോയിൽസ് ലോ ഉണ്ട്, അല്ലെ? ബോയിൽസ് ലോ എന്ത് റിലേഷൻഷിപ്പാ? പിയും വിയും തമ്മിലുള്ള പ്രഷർ വോളിയം റിലേഷൻഷിപ്പിനെ കുറിക്കുന്നതാണ് ബോയിൽസ് ലോ. അതുപോലെ രണ്ടാമത്തെ ലോ ഏതാണ്? ചാൾസ് ലോ. അതേതാണ്? വിയും ടിയും, അല്ലെ? നമ്മളിവിടെ കണ്ട വോളിയത്തിനെയും കണ്ടോ, വോളിയത്തിനെയും അതേപോലെ അബ്സല്യൂട്ട് ടെമ്പറേച്ചറിനെയും കുറിക്കുന്ന ലോ ആണ്. VT റിലേഷൻഷിപ്പിനെ കുറിക്കുന്നത് ചാൾസ് ലോ ആണ്. ഓക്കെ, ദെൻ അടുത്ത ഒരു ലോ ആണ് ഗേ-ലൂസാക്സ് ലോ. ഗേ-ലൂസാക്സ് ലോ എന്തിനെ കുറിച്ചിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് പറയുന്നത്? പ്രഷർ ടെമ്പറേച്ചർ, പ്രഷറിനെയും ടെമ്പറേച്ചറിനെയും കുറിക്കുന്ന ലോ ആണ് ഗേ-ലൂസാക്സ് ലോ. അതുപോലെ മറ്റൊരു ലോ ആണ് അവഗാഡ്രോസ് ലോ. നമ്മൾ നേരത്തെ മോൾ കോൺസെപ്റ്റ് കണ്ടപ്പോൾ അവഗാഡ്രോ എന്ന് പറയുന്ന ഒരു ടേം കേട്ടായിരുന്നു. അത് ആക്ച്വലി ഒരു സയന്റിസ്റ്റിന്റെ പേരാണ്, അറിയായിരിക്കുമല്ലോ. അപ്പോൾ അവഗാഡ്രോ ഒരു ലോ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അവഗാഡ്രോ ലോ. ഇതിൽ എന്തിനെ കുറിച്ചുള്ള റിലേഷൻഷിപ്പ് ആണ്? വോളിയത്തിനെയും നമ്പർ ഓഫ് മോളിനെയും ബന്ധിപ്പിക്കുന്ന ലോ ആണ് അവഗാഡ്രോ ലോ. അതുപോലെ നമുക്ക് കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ ഉണ്ട്. ഈ പറയുന്ന ലോ എല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ട് കിട്ടുന്ന ഒരു ഗ്യാസ് ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ ഉണ്ട്. ഓക്കെ, ഇതേപോലെ നമ്മുടെ ഗ്യാസ് ലോസ് പോലെ തന്നെ വരുന്ന ഗ്യാസുകളുടെ കേസിൽ വരുന്ന മറ്റൊരു ലോ ആണ് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. അത് പഠിക്കണം. അതുപോലെ എന്താണ് ഐഡിയൽ ഗ്യാസ് എന്നും എന്താണ് റിയൽ ഗ്യാസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചും ഒരു ഐഡിയ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഗ്യാസുകളുടെ കേസിലുള്ള ഒരു തിയറിയാണ് കൈനറ്റിക് മോളിക്കുലാർ തിയറി. അതായത് ഗ്യാസുകളുടെ സ്വഭാവങ്ങൾ, അതിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചെല്ലാം, എന്തുകൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടീസ് വരുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു തിയറിയാണ് ഏത്? നമ്മുടെ കൈനറ്റിക് മോളിക്കുലാർ തിയറി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഗ്യാസ് ലോസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗേഷ്യസ് സ്റ്റേറ്റുമായിട്ടൊക്കെ നമുക്ക് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഓരോ ലോയും
എന്ത് റിലേഷനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ മാറിപ്പോകരുത്. ഓക്കെ, ബോയ്സ് ലോ ഇന്നർ റിലേഷൻ, ചാൾസ് ലോ ഇന്നർ റിലേഷൻ, ഗേ-ലൂസാക്സ് ലോ ഇന്നർ റിലേഷൻ, അവഗാഡ്രോ ലോ ഇന്നർ റിലേഷൻ എന്നുള്ളത് ഓർത്തിരിക്കാം. അതേപോലെ തന്നെ ഇതിന്റെ മാത്തമാറ്റിക്കൽ ഫോം ഓർത്തിരിക്കാം. അപ്പൊ നമ്മുടെ ചാൾസ് ലോയുടെ കേസിൽ നമുക്കറിയാം വിയും ടിയും തമ്മിലുള്ള റിലേഷൻ ആണ്. അതായത് വി പ്രൊപ്പോർഷണൽ ടു ടി ആണ് നമ്മുടെ ചാൾസ് ലോ പറയുന്നത്. ദാറ്റ് മീൻസ് വി ബൈ ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? എ കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ? മനസ്സിലായോ? വി പ്രൊപ്പോർഷണൽ ടു ടി ആണ്. അപ്പോൾ വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ഇൻറ്റു ടി എന്ന് വരും. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് നമ്മളൊരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ദെൻ ഈ ടീനെ ഇപ്പുറത്തേക്ക് എടുത്താൽ വി ഡിവൈഡഡ് ബൈ ടി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ഓരോ ലോയ്ക്കും എന്തുണ്ടായിരിക്കും? ഒരു മാത്തമാറ്റിക്കൽ ഫോം ഉണ്ടായിരിക്കും. അതേപോലെ ഇവിടെ v1/t1 ഈക്വൽ ടു v2/t2 എന്ന് എഴുതിയാലും എന്ത് തന്നെയാണ്? നമ്മുടെ ചാൾസ് ലോ തന്നെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഓരോ റിലേഷൻ എന്ത് റിലേഷൻ ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഓരോ ലോയിന്റെയും മാത്തമാറ്റിക്കൽ ഫോം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഓരോ ലോയുമായി ബന്ധപ്പെട്ട ഗ്രാഫ്, ഓരോ ലോയിന്റെയും ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. അപ്പൊ നമ്മുടെ ചാൾസ് ലോന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എങ്ങനെയാ വരിക? ഇവിടെ നമ്മുടെ വിയും ടിയും തമ്മിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി അഗെയിൻസ്റ്റ് ടി പ്ലോട്ട് ചെയ്താൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻക്രീസിങ് ആയിട്ടുള്ളൊരു ലൈൻ ആയിരിക്കും കിട്ടുക. കാരണം ഇവിടെ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്, ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണ്. സോ ഇൻക്രീസിങ് ഗ്രാഫ് ആയിരിക്കും നമുക്കിവിടെ കിട്ടുക. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ അതേപോലെ ഗ്രാഫ് അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓരോ ലോയിനെ കുറിച്ചും കൃത്യമായിട്ട് തന്നെ പഠിക്കണം. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക, ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നിട്ട് ഇത് ഏത് ഗ്യാസ് ലോയിനെ സൂചിപ്പിക്കുന്നു, അങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മുടെ ഗ്യാസ് ലോകളെ സംബന്ധിച്ച് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടി ഗ്യാസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം. ഓക്കെ, അതുപോലെ ഓരോ ലോയിനെ സംബന്ധിക്കുന്ന ഇത്തരത്തിലുള്ളൊരു മാത്തമാറ്റിക്കൽ ഫോമും ഗ്രാഫും പഠിക്കാനായിട്ട് മറന്നു പോകരുത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കിനെയാണ് ഇപ്പോൾ പരിചയപ്പെട്ടത്. ഏതാണ്? ഗ്യാസ് ലോസ്. റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു മേഖലയാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഈ ഒരു ക്ലാസ്സിൽ പരിചയപ്പെട്ടത്? നമ്മുടെ സൊല്യൂഷൻസിനെ കുറിച്ച് പരിചയപ്പെട്ടു. അതേപോലെ മോൾ കോൺസെപ്റ്റ് പഠിച്ചു അല്ലെ? മോൾ കോൺസെപ്റ്റ് പഠിച്ചു. അതേപോലെ തന്നെ നമ്മുടെ ഗ്യാസ് ലോസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഗ്യാസ് ലോസ്, ഇതിൽ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കിയേ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് എലോട്രോപിക് ഫോം ഓഫ് കാർബൺ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഇലക്ട്രോഡ്സ്? അതായത് ഇലക്ട്രോഡുകൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന കാർബണിന്റെ അലോട്രോപ്പ് ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഏതാ? ഡയമണ്ട്, ഗ്രാഫൈറ്റ്, കോക്ക്, അതേപോലെ തന്നെ കോള്. ഏതാണ് ഇതിന്റെ ആൻസർ? ഏത് അലോട്രോപ്പ് ആണ് ഇലക്ട്രോഡ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്? ഏതാണ്? ഓക്കെ, അപ്പൊ ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കുക. അതായത് എന്താണ് മിസ് ലാസ്റ്റ് പറയാട്ടോ, നമ്മൾക്ക് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ട് ഇതിന്റെ ആൻസറിലേക്ക് തീർച്ചയായിട്ടും എത്തും. നോക്കിയേ, അലോട്രോപിക് ഫോംസ് അല്ലേ, അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം അലോട്രോപ്പിനെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നോൺ മെറ്റൽസ് പഠിക്കുമ്പോൾ അതിനോടൊപ്പം ചേർത്ത് തന്നെ നമ്മൾ അലോട്രോപ്പുകൾ പഠിക്കുന്നുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോട്രോപ്പ് എന്ന് പറയുന്ന പ്രത്യേകം ഒരു ടോപ്പിക്കായിട്ട് അങ്ങനെ വേണമെങ്കിലും പഠിക്കാം. ഓക്കെ, അപ്പോൾ ഏതെല്ലാം നോൺ മെറ്റൽസ് ആണ് അലോട്രോപ്പുകൾ ഉള്ളത്? നമുക്കറിയാം ഹൈഡ്രജൻ അലോട്രോപ്സ് ഉണ്ട്. ഓക്കെ, ഓർത്തോ ഹൈഡ്രജൻ എന്നും പാരാഹൈഡ്രജൻ എന്നും പറയുന്ന രണ്ട് അലോട്രോപ്പുകൾ ഹൈഡ്രജൻ ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. അതേപോലെ തന്നെ കാർബൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാർബണിന്റെ അലോട്രോപ്പുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഏറ്റവും കൂടുതൽ അലോട്രോപ്പുകൾ കാണിക്കുന്നത് ഈ ഒരു കാർബൺ ആണ്. നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളതും കാർബണിന്റെ അലോട്രോപ്പുകളെ കുറിച്ചിട്ടാണ്. അതായത് ഈ പറയുന്ന ഓരോ ഫോമിന്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇതിന്റെ യൂസസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ കാർബൺ അതുപോലെ തന്നെ. ഓക്കെ, അപ്പൊ ഹൈഡ്രജൻ, കാർബൺ, അതേപോലെ തന്നെ അലോട്രോപ്പുകൾ കാണിക്കുന്ന മറ്റ് എലമെന്റുകൾ അല്ലെങ്കിൽ മറ്റ് നോൺ മെറ്റൽസ് ആണ് ഫോസ്ഫറസ്. ഫോസ്ഫറസിന് അലോട്രോപ്സ് ഉണ്ട്. അതേപോലെ തന്നെ സൾഫർ,
സൾഫർ, ഇതെല്ലാം എന്താണ്? അലോട്രോപ്പുകൾ ഉള്ള എലമെന്റുകളാണ്, അല്ലെങ്കിൽ നോൺ മെറ്റൽസ് ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കാർബണിന്റെ അലോട്രോപ്പുകൾ. കാർബണിന്റെ അലോട്രോപ്പുകളെ തന്നെ നമുക്ക് ഏത് രീതിയിൽ? 2 രീതിയിൽ നമുക്ക് വാസ്റ്റ് ആയിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഏതാണ് ആ 2 ക്ലാസ്? ഒന്നെന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ അലോട്രോപ്സ്. കാർബണിന്റെ അലോട്രോപ്സിലെ ഫസ്റ്റ് കാറ്റഗറി ക്രിസ്റ്റലൈൻ അലോട്രോപ്പ് ആണ്. സെക്കൻഡ് കാറ്റഗറി ആണ് അമോർഫസ് അലോട്രോപ്പ് എന്ന് പറയും. അമോർഫസ് എന്ന് പറയും. ഓക്കെ, അതായത് ഇതിന്റെ പ്രത്യേകത, ക്രിസ്റ്റലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് കൃത്യമായ ഒരു ക്രിസ്റ്റൽ ഘടനയുണ്ടായിരിക്കും, അല്ലെ? അമോർഫസ് എന്ന് പറഞ്ഞാൽ എന്താ? കൃത്യമായിട്ടുള്ളൊരു ക്രിസ്റ്റൽ ഘടന, അല്ലെങ്കിൽ റിപ്പീറ്റിംഗ് ആയിട്ടുള്ളൊരു പാറ്റേൺ അവിടെ ഉണ്ടായിരിക്കില്ല. അത് തന്നെയാണ് അവിടുത്തെ വ്യത്യാസം. ഇനി ഈ ക്രിസ്റ്റലൈനിൽ തന്നെ വീണ്ടും പല പല ഫോമുകളുണ്ട്. അപ്പൊ എന്താണ് അലോട്രോപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ഒരു എലമെന്റ് തന്നെ വ്യത്യസ്ത രൂപങ്ങളിൽ കാണപ്പെടുന്നതാണ്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് അതിനകത്തുള്ള ബോണ്ടിങ് വ്യത്യാസം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് പല ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇത് കാണിക്കുന്നത്. മനസ്സിലായോ? ഒരേ എലമെന്റ് തന്നെ വ്യത്യസ്ത രൂപങ്ങളിൽ കാണുന്നതിനെയാണ് അലോട്രോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് അലോട്രോപ്പ് എന്ന് പഠിക്കുക. ഓരോ എലമെന്റിന്റെയും അല്ലെങ്കിൽ ഓരോ നോൺ മെറ്റലിന്റെയും അലോട്രോപ്പുകൾ ഏതാണ്, അതിന്റെ പ്രത്യേകതകളും കൂടെ ഈ ഒരു മേഖലയിൽ നിന്നും നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, ക്രിസ്റ്റലൈൻ അലോട്രോപ്പുകൾക്ക് ഉദാഹരണമാണ് നമ്മുടെ ഡയമണ്ട്. ഓക്കെ, ഡയമണ്ട്, ദെൻ ഗ്രാഫൈറ്റ്, നമ്മുടെ പെൻസിലൊക്കെ യൂസ് ചെയ്യുന്ന ഗ്രാഫൈറ്റ്. ഓക്കെ, അതുപോലെ ഫുള്ളറിൻ. ഫുള്ളറിൻ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ബക്ക്മിൻസ്റ്റർ ഫുള്ളറിൻ എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം അലോട്രോപ്പുകളുണ്ട്. അതേപോലെ തന്നെ ഗ്രാഫിൻ. ഗ്രാഫിൻ എന്ന് പറയുന്നതും നമ്മുടെ നാനോ ടെക്നോളജിയിലൊക്കെ ധാരാളം യൂസുകൾ ഉള്ളതാണ് ഗ്രാഫിനും ഫുള്ളറിനും ഒക്കെ. ഓക്കെ, ദെൻ അമോർഫസ് അലോട്രോപ്പുകൾക്ക് ഉദാഹരണമാണ്, അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സിൽ വരുന്നതാണ് ചാർക്കോള്, അതുപോലെ കോക്ക്, അതേപോലെ തന്നെ ലാംപ് ബ്ലാക്കും, അതേപോലെ കോള്. ഓക്കെ, അപ്പൊ ഇതെല്ലാം എന്താണ്? അമോർഫസ് അലോട്രോപ്പുകളാണ്. ഓക്കെ, കൃത്യമായ ഒരു ക്രിസ്റ്റൽ ഘടന ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇതേപോലെ ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻ മനസ്സിലാക്കുക. അതേപോലെ ഓരോന്നിന്റെയും പ്രത്യേകതകൾ. ഇതിൽ ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത് ഈ ഒരു കാറ്റഗറിയാണ്. നമ്മുടെ ക്രിസ്റ്റലൈൻ അലോട്രോപ്പ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതിൽ വരുന്ന ഓരോന്നും, അതായത് ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, ഗ്രാഫിൻ, ഇങ്ങനെയുള്ള ഓരോന്നിന്റെയും പ്രത്യേകതകൾ പ്രത്യേകം എടുത്ത് തന്നെ നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ നോക്കിക്കേ. ഇവിടുത്തെ ആൻസർ വരുന്നത് ഏത് അലോട്രോപിക് ഫോം ആണ് ഇലക്ട്രോഡുകളായിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്, ഗ്രാഫൈറ്റ് ആണ്. ഓക്കെ, ഗ്രാഫൈറ്റ് ആണ് നമ്മൾ ഇലക്ട്രോഡുകളായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഗ്രാഫൈറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം, നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള യൂസ് എന്താണ്? ഇത്തരത്തില് പെൻസിൽ ലെഡായിട്ട് യൂസ് ചെയ്യുന്നത് ഗ്രാഫൈറ്റ് ആണ് നമുക്കറിയാം. അതേപോലെ തന്നെ ഇതാണ് ഗ്രാഫൈറ്റിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു ലെയർ സ്ട്രക്ചർ ആണ് ഗ്രാഫൈറ്റിനുള്ളത്. നമ്മൾ ഓരോ ഫോം പഠിക്കുമ്പോഴും അതിന്റെ ഘടന എന്താണ്, ഓക്കെ, സ്ട്രക്ചർ എന്താണ്, യൂസസ് എന്താണ്, പ്രത്യേകതകൾ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ ഓരോ അലോട്രോപ്പുകളെ കുറിച്ചും പഠിക്കണം. മനസ്സിലായോ? അതുപോലെ നമുക്കറിയാം ഗ്രാഫൈറ്റിന്റെ കേസിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ഇതുപോലെ പഠിക്കും. എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കുന്നത്? ഗ്രാഫൈറ്റിലുള്ള ഹൈബ്രിഡൈസേഷൻ ഏതാണ്? sp2 ഹൈബ്രിഡൈസേഷൻ ആണ് ഗ്രാഫൈറ്റിൽ കാർബൺ ആറ്റം കാണിക്കുന്നത്. അതേപോലെ ഇതിനകത്ത് ഫ്രീ ഇലക്ട്രോണുകളുണ്ട്, അല്ലെങ്കിൽ മൊബൈൽ ആയിട്ടുള്ള മൂവബിൾ ആയിട്ടുള്ള ഇലക്ട്രോണുകൾ ഉണ്ട്. ഓക്കെ, ഡീലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണുകൾ ഉണ്ട്, ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഗ്രാഫൈറ്റിന് എന്ത് പറ്റും? കണ്ടക്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് ഒരു കണ്ടക്ടർ ആണ്. അപ്പൊ ഈ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെ എന്തായിട്ട് യൂസ് ചെയ്യുന്നു? ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്നു. മനസ്സിലായോ? ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്നു. അതേപോലെ ഗ്രാഫൈറ്റിന്റെ മറ്റൊരു യൂസ് എന്താ? അതുപോലെ പെൻസിൽ ലെഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ലൂബ്രിക്കൻറ്റ്, അല്ലെ? നമ്മൾ ഇതൊക്കെ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പം
കുറേ പേര് ഈ ഒരു ടോപ്പിക് ഒക്കെ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും, അവർക്ക് മനസ്സിലാവും. ലൂബ്രിക്കൻ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നൊരു പദാർത്ഥം കൂടിയാണ് ഗ്രാഫൈറ്റ്. ഓക്കെ, സോളിഡ് ലൂബ്രിക്കൻ്റ് ആണ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതേപോലെയുള്ള ഓരോ ഫോമിന്റെയും പ്രത്യേകതകൾ, അതേപോലെ തന്നെ നമ്മൾ സിമിലർ ആയിട്ട് ഡയമണ്ടിനെ കുറിച്ച് പഠിക്കും. ഓക്കെ, ഫുള്ളറീനെ കുറിച്ച് പഠിക്കും, ഗ്രഫീനെ കുറിച്ചും പഠിക്കും. ഓക്കെ, അപ്പോൾ ഓരോന്നിന്റെയും പ്രത്യേകതകൾ മനസ്സിലാക്കി കഴിഞ്ഞാലാണ് ഇതിൽ നിന്ന് ചോദ്യം വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റാം. അപ്പൊ ഇവിടെ നോക്കിയേ, ഇലക്ട്രോഡായിട്ട് കണ്ടക്റ്റിംഗ് ആണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. ഇലക്ട്രോഡായിട്ടും ലൂബ്രിക്കൻ്റ് ആയിട്ടും ഒക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് കിട്ടിയില്ലേ? ഏതാണ്? വിച്ച് അലോട്രോപിക് ഫോം ആണ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഇലക്ട്രോഡ്സ്? കാർബണിന്റെ ഏത് അലോട്രോപ്പാണ് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്നത്? ഗ്രാഫൈറ്റ്. ഓപ്ഷൻ ബി, ഗ്രാഫൈറ്റ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ ഓരോ മേഖലകൾ, ഏതെല്ലാം ടോപ്പിക്കുകൾ, കൃത്യമായിട്ട് സിലബസ് ആദ്യം തന്നെ മനസ്സിലാക്കുക, ഓരോ ടോപ്പിക്കുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതിൻ്റെ കീഴിൽ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം എന്ന് മനസ്സിലാക്കുക. ഇതേപോലെയുള്ള പ്രീവിയസ് ചോദ്യങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. ഇനീഷ്യൽ സ്റ്റേജിലുള്ളവർക്കും ഇനി പഠിച്ച് കുറച്ച് കവർ ചെയ്തിട്ടുള്ളവർക്കും എല്ലാവർക്കും ഒരേപോലെ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ ഫുൾ സിലബസും വ്യക്തമായ രീതിയിൽ ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ സഹായിക്കുന്ന രീതിയിൽ നമ്മുടെ JLearnൽ പുതിയ കേട്ടറ്റ് ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കേട്ടറ്റ് കാറ്റഗറി 1, അതുപോലെ കാറ്റഗറി 2നും കാറ്റഗറി 3ക്ക് വേണ്ടിയിട്ടുമുള്ള സ്പെഷ്യൽ ബാച്ചസ് നമ്മുടെ JLearnൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ JLearnൽ ജോയിൻ ചെയ്യാം. ഓക്കെ, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. നന്നായിട്ട് തന്നെ പഠിക്കുക. നല്ല രീതിയിൽ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ഇതേപോലെയുള്ള കൂടുതൽ ക്ലാസ്സുകളുമായിട്ട് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.